ഹായ് നമസ്കാരം, വെൽക്കം ടു സാൽനേസ് ചാനൽ. അപ്പം എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാട് മാങ്ങക്കറിയാണ്. ഇത് ഈ കൊല്ലത്തെ ആദ്യത്തെ മാങ്ങയാണ്. ഈ മാങ്ങ എടുത്തിട്ട് നമ്മൾ 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി എടുക്കണം. അപ്പോൾ നല്ലോണം കഴുകി എടുക്കണം, ഇല്ലെങ്കിൽ മണ്ണുണ്ടാവും. എന്നിട്ടെല്ലാം കഴുകി മാറ്റിയപ്പോൾ എൻ്റെ മോന് ഇതിലൊരു മാങ്ങ എടുത്ത് കഴിക്കുകയാണ്. നല്ല മധുരം ഉണ്ടെന്നാണ് പറയുന്നത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റണം. നമ്മൾ തൊലിയോടെയും കറി വയ്ക്കുക. തൊലി ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇങ്ങനെയും കറി വയ്ക്കും. പിന്നെ തൊലി എടുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാം ഈ രീതിയിലെല്ലാം മാറ്റുക. അപ്പം നല്ല ടേസ്റ്റാണ് കറി ഇങ്ങനെ വെക്കുമ്പോൾ. അപ്പോൾ ഇതെല്ലാം തൊലി ഒഴിച്ചിട്ടായി. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഉള്ളി മതി, കൂടുതലില്ലാത്തതുകൊണ്ട് ഒരു ഉള്ളി മതി. അത് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കുക. അങ്ങനെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. എരിവ് കുറച്ച് മതി പറഞ്ഞുകൊണ്ട് ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. അപ്പം ഞാൻ ഇവിടെ ഒരെണ്ണമാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ എണ്ണ ചൂടാകാൻ വെച്ചിരിക്കുകയായിരുന്നു. വേറെ ഒന്നും ഇട്ടില്ല അതിൽ. ഇപ്പോൾ ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്, ഉള്ളി പച്ചമുളക് മാത്രം. അതിൻ്റെ കൂടെ 2 കറിവേപ്പില ഇടണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും, കഴിക്കാൻ നല്ല മണം ഉണ്ടാവും. എന്നിട്ട് നല്ലോണം അത് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നല്ലോണം മൂത്ത് വന്നാൽ പിന്നെ നമുക്ക് മാങ്ങയിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ഇതിൽ ഞാൻ ഒരു കഷ്ണം വെല്ലമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പഞ്ചസാര വേണമെങ്കിൽ ഇടാം. അപ്പോൾ വെല്ലം ഇട്ടാൽ അതൊരു ടേസ്റ്റ് വേറെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കുന്നത്. അത് കൈ കൊണ്ട് പൊട്ടിക്കാൻ നോക്കിയിട്ട് ആയില്ല. നമുക്കൊന്ന് കത്തിയിൽ കട്ടാക്കിയിട്ട് തന്നെ ഇടാം. ഒരു കഷ്ണം ഇട്ടാൽ മതി, കൂടുതലിട്ടാൽ മധുരം കൂടുതലാവും. അപ്പോൾ ഒരു കഷ്ണം മതി നമുക്ക്. അത് കഴിഞ്ഞിട്ട് പൊടി വറുക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമുക്കൊന്ന് വറുത്തിട്ട് അതിലിടണം. അപ്പോൾ നല്ല മണവും ഉണ്ടാവും, നല്ല കളറാണ് അതിന്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ അതിനൊന്ന് നല്ല മൂപ്പിച്ചെടുക്കുക. കൂടുതൽ കരിയാൻ പാടില്ല, എന്നാലും അത് കളറ് വരണം. നല്ലോണം വറുത്തെടുക്കുക, കരിയാണ്ട് നോക്കിയിട്ട് വറുത്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ മാങ്ങയിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത്ര മതി, അധികം കരിഞ്ഞു പോകും. അത് നോക്കി വറുത്തെടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ മാങ്ങക്കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല കളറുണ്ട്. അപ്പോൾ ഇതിൽ ഈ കളറാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ, നല്ല മധുരം പുളിയൊക്കെ ആയിട്ട് നല്ല സ്വാദാണ് ഇത് കഴിക്കാൻ. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.